നീറ്റ് ചോദ്യക്കടലാസ് ചോർന്ന് ലഭിച്ചത് മൊഴി. ബീഹാർ സ്വദേശിയായ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്ത്. അതേസമയം നീറ്റ് ക്രമക്കേടിൽ കേന്ദ്രത്തിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി. മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതായി അറസ്റ്റിലായ വിദ്യാർത്ഥി മൊഴി നൽകി. ബീഹാർ സ്വദേശിയായ അനുരാഗ് യാദവാണ് തന്റെ ബന്ധു വഴി പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ലഭിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയത്. ബീഹാർ സമസ്തിപൂർ പോലീസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു. സംഭവത്തിൽ അമിത് ആനന്ദ്, നിതീഷ് കുമാർ, സിക്കന്ദർ യാദവേന്ദു എന്നീ 3 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് തങ്ങളാണെന്ന് ഇവരുടെ മൊഴിയിൽ പറയുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ എക്കണോമിക്സ് ഒഫൻസ് യൂണിറ്റ് NTA ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ഇന്ന് ചോദ്യം ചെയ്യും. അതേസമയം നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് ജൂലൈ 8 മാറ്റി. SFI അടക്കമുള്ളവർ നൽകിയ 10 ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ, ബോംബെ, കൽക്കട്ട എന്നീ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടികൾ കോടതി തടഞ്ഞു. ഈ ഹർജികളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി. നീറ്റ് ക്രമക്കേടിന് പിന്നാലെ ജൂൺ 18 നടന്ന UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതും NTA തിരിച്ചടിയായിട്ടുണ്ട്. ചോദ്യങ്ങൾ ടെലഗ്രാം ചാനലുകൾ വഴി ചോർന്നിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നെറ്റ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. UGCയുടെ നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ചു. 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം KV അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P താജുദ്ദീൻ, നേതാക്കളായ മുഹമ്മദ് സാദിഖ്, K മിഥുൻ, ഫിദൽ റോയസ് എന്നിവർ നേതൃത്വം നൽകി.